അഭിജിത്ത് മുഴക്കുന്നും ആദിൽ പാലോടും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം അഭിജിത്തിലേക്കാണ് പോകുന്നത്. അഭിജിത്ത്, ഒരു സൂപ്പർ താര സിനിമയുടെ സൂപ്പർ ക്ലൈമാക്സ്, ത്രസിപ്പിക്കുന്ന ക്ലൈമാക്സ് ആണോ കണ്ടത് എന്ന് തോന്നും വിധം പ്രൗഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ആകാശം തൊടുന്ന ആരവങ്ങളോടുകൂടിയാണ് വിജയുടെ ഓരോ വാക്കിനെയും ആരാധകരും അണികളും ഏറ്റുവാങ്ങിയതും. എത്രത്തോളം ഗംഭീരം? മാധു, അതിഗംഭീരമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പുതുചരിത്രം എഴുതിയിരിക്കുന്നു തമിഴ്നാടിൻ്റെ മണ്ണിൽ. വിജയ് മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തിങ്ങി നിറഞ്ഞ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ സ്ഫോടനാത്മകമായിരുന്നു. ജോസഫ് വിജയ് എന്ന ഞാൻ എന്ന സത്യവാചകത്തിലെ ആദ്യ വരി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ വലിയ കരഘോഷത്തോടെയാണ്, മിനിറ്റുകളോളം നീണ്ടുനിന്ന കരഘോഷത്തോടെയാണ് TVK പ്രവർത്തകർ പ്രതിജ്ഞയെ ഏറ്റെടുത്തത്, അതിനെ നോക്കിക്കണ്ടത്. അതിനോടൊപ്പം തന്നെ 9 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനിയിപ്പോൾ മെയ് 13 നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളതാണ്. റീബിൽഡ് ചെയ്യാം, നമുക്ക് തമിഴ്നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് വിജയ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം. അതോടൊപ്പം തന്നെ ശരി, ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അഭിജിത്ത് ഉള്ളത്. അവിടെ നിന്ന് സാങ്കേതിക പ്രശ്നമുണ്ട്. അഭിജിത്തിലേക്ക് പെട്ടെന്ന് തിരികെ വരാം. ആദിൽ പാലോട് കൂടി നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. അതിൽ പിറപ്പൊക്കും എല്ലാ ഉയർക്കും തിരുക്കുറൽ വചനം, ആ മുദ്രാവാക്യം വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടാണ് വിജയ് ആരാധകരെ അഭിസംബോധന ചെയ്തത്, അണികളെ അഭിസംബോധന ചെയ്തത്. വകുപ്പ് വിഭജനം അടക്കം പൂർത്തിയാകുമ്പോഴും ഇവിടെ ഒരു സെന്ററേ ഉള്ളൂ, അവിടെ ഒരു അധികാരത്തിന്റെ സെന്റർ, ഇവിടെ ഒരു അധികാരത്തിന്റെ സെന്റർ ഇല്ല എന്നതുകൂടി വ്യക്തമാക്കുകയാണ്. ഒപ്പം ആദ്യത്തെ ഉത്തരവാദിത്തങ്ങൾ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു വിജയ്. ഉറപ്പായും അങ്ങനെ തന്നെ ഒരു സിനിമയുടെ അവസാന രംഗങ്ങൾ പോലെ അത്രമേൽ ആവേശഭരിതമായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയുന്നതിൽ ഒരു കുറവും വരില്ല, ഒരു തെറ്റും വരില്ല. അവസാനത്തെ വിജയുടെ വാചകങ്ങൾ സംസ്ഥാനത്തെ, രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വിജയുടെ അവസാനത്തെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: കോൺഫിഡന്റ് ആയിരിക്കെ, വെട്രി നിശ്ചയം, വിജയം ഉറപ്പാണ് എന്ന് പറയുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും വിജയം ഉറപ്പിച്ചിരിക്കുന്നു. വിജയിത ജോസഫ് വിജയ് മുതലമൈച്ചറായി, മുഖ്യമന്ത്രിയായി തമിഴകത്ത് അധികാരം തുടങ്ങുന്നു എന്നതാണ്. ചെറിയൊരു അധികാര കൈമാറ്റം മാത്രമല്ല ഇത് എന്ന് പറയേണ്ടി വരും. കൃത്യമായ ആസൂത്രണം, കൃത്യമായ പദ്ധതികൾ, ധവളപത്രം പുറത്തിറക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാരിൽ കൊണ്ടുവരേണ്ടത് എന്ന കൃത്യമായ ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്, ഗൃഹപാഠം നടത്തിയിട്ടുണ്ട് വിജയ് എന്ന് തോന്നും വിധത്തിലുള്ള അഭിസംബോധനയാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും കോൺഫിഡൻ്റ് ആയിരിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. DMK അതിരൂക്ഷമായുള്ള വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതുകൂടി വളരെ പ്രധാനമാണ്. 9 മന്ത്രിമാരാണ് വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞയിലേക്ക് പോയത്. N ആനന്ദ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. TVK ജനറൽ സെക്രട്ടറിയാണ് N ആനന്ദ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രണ്ടാമതായി വന്നത് ആദവ് അർജുന, TVK ജനറൽ സെക്രട്ടറിയാണ്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചുമതലകളുള്ള നേതാവ്. KG അരുൺ രാജ് മുൻ IRS ഉദ്യോഗസ്ഥനാണ്. നാലാമതായി KA സെങ്കോട്ടയ്യൻ, TVK ചീഫ് കോർഡിനേറ്ററാണ്. P വെങ്കിട്ടരമണൻ, TVK ട്രഷറർ. നിർമ്മൽ കുമാർ, TVK ജനറൽ സെക്രട്ടറി, മുൻപ് തമിഴ്നാടിൻ്റെ BJP IT ചീഫായിരുന്നു. രാജ്മോഹൻ, ഈറോഡ് MLA. ഡോക്ടർ TK പ്രഭു, TVK ജില്ലാ സെക്രട്ടറി. S കീർത്തന, ശിവകാശി MLA. ഏറ്റവും യുവത്വമുള്ള, ഏറ്റവും പരിചയസമ്പന്നരായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ട സത്യപ്രതിജ്ഞ എന്നുള്ളത് കൂടി വിജയ്ക്കൊപ്പം മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്നു. 30 വയസ്സ് മാത്രം പ്രായമാണ് S കീർത്തന എന്ന ശിവകാശി MLAക്കുള്ളത്. ഏതായാലും വലിയ പ്രഖ്യാപനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. വമ്പൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വിജയുടെ പക്കലുണ്ടായിരുന്നു. വലിയ ആവേശഭരിതമാക്കുന്ന ആൾക്കൂട്ടമുണ്ടായിരുന്നു. അതെല്ലാം വോട്ടായി മാറി 107 എന്ന സംഖ്യയിൽ നിന്ന് 118 ആവുന്നതും ശ്രമിച്ചു. 4 ദിവസം ഗവർണർ പല രൂപത്തിൽ തടസ്സങ്ങൾ പറഞ്ഞു. പക്ഷേ ഒടുവിലിതാ വിജയ് മുതലമൈച്ചറായി, മുഖ്യമന്ത്രിയായി തമിഴ്നാടിൻ്റെ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അത് കോൺഫിഡൻ്റ് ആയി ഇരിക്കൂ എന്ന് ജനങ്ങളോട് വിജയ് തന്നെ പറയുന്നു മാധു എന്നതാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യത്തെ അഭിസംബോധനയിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വിജയ് പോയിരിക്കുന്നു എന്നുള്ളതാണ്.